ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കറി വെക്കാൻ ഇറച്ചിയോ മീനോ ഒന്നും കിട്ടാത്ത സമയത്ത് നമുക്ക് ഒരുപാട് പച്ചക്കറികളൊന്നും കയ്യിലില്ലെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു വഴുതനങ്ങ മസാല കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇതുപോലൊരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുക്കാട്ടോ. നമ്മൾ സാധാരണ മീൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പുളിയാട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് സോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്ന സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കടുകാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കടുക് വന്നിട്ടിട്ട് കടുക് പൊട്ടി തുടങ്ങുമല്ലോ, ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവ വേണ്ടെന്നുള്ളവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഉലുവയും കൂടി ചേർത്താൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഈ ഒരു സമയത്തിന് നമ്മൾ ഒരു നുള്ള് ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് മൂത്ത് തുടങ്ങുമല്ലോ, ഉലുവയുടെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് നീളത്തിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തായിട്ട് നമ്മളിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു പീസ് ഇഞ്ചിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതിയേ. അപ്പോൾ ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇഞ്ചിയുടെ കളറങ്ങ് മാറി വരുന്നതിന് മുമ്പ് തന്നെ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്. അത് നീളത്തിലില്ല കേട്ടോ, കട്ട് ചെയ്തിട്ട് ഇതുപോലെയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത സവാളയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയെടുത്തിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി വരണം. കളർ മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ സവാളയ്ക്ക് ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസുള്ള തക്കാളിയായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് ഘനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വലിപ്പത്തിലാട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് പച്ചമുളക് കേട്ടോ. നമ്മളെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1-2 പച്ചമുളകും കൂടി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഒന്ന് വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിനൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് കുക്കായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വേണം നമ്മളിതൊന്ന് അടച്ച് വെച്ചെടുക്കാൻ. ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു 10-20 സെക്കൻഡ് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു സമയം കൊണ്ട് തക്കാളി അങ്ങ് നന്നായിട്ട് കുക്കായിട്ട് വന്നോളൂ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ തക്കാളിക്ക് ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ട് ഉടഞ്ഞ് പോണ്ട ആ ഒരു പരുവത്തിൽ ഇപ്പോൾ ആണ്ടില്ല കേട്ടോ. നമ്മളിനി വീണ്ടും കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് തക്കാളി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ആയിട്ട് കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ ആയാൽ മാത്രം മതിയേ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അതിന് കൂടുതൽ നമുക്കൊരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞളും. അതിന് നമുക്ക് വേണ്ടുന്നത് കേട്ടോ മെയിനായിട്ടുള്ള നമ്മളൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി മസാല. ബീഫായാലും ചിക്കൻ ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരു 1/4 ടീസ്പൂണോളം, ഒരുപാട് ചേർക്കണ്ട, ഒരു 1/4 ടീസ്പൂണോളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, പൊടികളെ പച്ചമണം മാറിയിട്ട് വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനേ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാനേ പാടില്ല. വെള്ളം ചേർക്കാതെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന നല്ല അടിപൊളി ഒരു വഴുതനങ്ങ മസാല കറിയുടെ റെസിപ്പി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് അതിൻ്റെ സ്മെല്ലങ്ങ് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വഴുതനങ്ങ ചേർത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താട്ടോ നമ്മളിനി ഇതിലേക്ക് വഴുതനങ്ങ ചേർക്കുന്നത്. അപ്പോൾ നല്ല വലിപ്പമുള്ള 2 വഴുതനങ്ങ ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3-4 ആൾക്കാർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാവട്ടെ ഇത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടെടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ സോക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള പുളി ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്.
അപ്പം നിങ്ങൾക്ക് ഒരുപാട് പുളിയൊന്നും ഇഷ്ടമില്ല കറിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു തക്കാളിനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആ പുളി ചേർക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കറിക്ക് ഒരു അല്പം പുളിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു 1/4 കപ്പ് പുളിവെള്ളം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിന് നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പോളം വെള്ളമാട്ടോ. നമ്മൾ ഈ ഒരു വഴുതനങ്ങ ഒന്ന് കുക്കായിട്ട് വരാൻ വേണ്ടി ഉടനെ പോകരുത് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് വഴുതനങ്ങ അങ്ങ് ഉടച്ച് കളയരുത്. ഒരു 1/2 കപ്പ് വെള്ളം കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്താട്ടോ ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. നമ്മൾ ഈ ഒരു സമയത്തൊന്നും ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഉപ്പൊന്ന് കറക്റ്റാണെന്നൊന്ന് നോക്കിയാൽ മതി കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി. അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ പുളിവെള്ളം ചേർത്തെന്ന് വെച്ചിട്ട് നല്ല പുളിപ്പുള്ള ആ ഒരു കറിയൊന്നുമില്ല കേട്ടോ ഉണ്ടാകാനും. അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാൻ പുളിവെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കിതിനൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മൾ കുറച്ച് സമയം അടച്ച് വെച്ചിട്ടുണ്ട്. സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു പരുവത്തിലാട്ടോ ആയിട്ട് കിട്ടുന്നത്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉടച്ചെടുക്കണ്ടില്ല. ഇതാ ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് കുക്കായിട്ട് വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് കാക്കയുടെ സൗണ്ടും കൂടി ഉണ്ടാവട്ടെ. ഇതിൻ്റെ കൂടെ ഞാൻ കുറേ സമയം നോക്കുന്നു അതിനൊന്ന് പോയിട്ട് കിട്ടാൻ വേണ്ടി നോക്കുമ്പോൾ അത് പോകുന്നില്ല. അപ്പം വെറുതെ ടൈം കളയണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വോയിസ് അങ്ങ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് സമയം. അതിനുശേഷം നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റിയും അടിപൊളിയായിട്ടുള്ള വഴുതനങ്ങ മസാലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്തൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ. താങ്ക് യു.